എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട്സ് എപ്പോഴും 12% റേറ്റ് അവർ ഇലിസ്ട്രേഷനിൽ കാണിക്കുന്നത്? അപ്പൊ കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഫണ്ട് കാറ്റഗറിയുടെ ആവറേജ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട്സ് കുറഞ്ഞ 12% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പം ഇവിടെ കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്താണ്, നിങ്ങൾക്ക് നിഫ്റ്റി 50 TRIയുടെ 10 year CAGR ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നിഫ്റ്റി 50 TRI NSE ലിസ്റ്റ് ചെയ്തേക്കുന്ന ടോപ്പ് 50 കമ്പനിയുടെ പെർഫോമൻസ് ആണ് ട്രാക്ക് ചെയ്തത്. അപ്പം ഇതിൽ ജസ്റ്റ് പ്രൈസ് മൂവ്മെന്റ് മാത്രമല്ല വരുന്നത്, പക്ഷേ ഈ ഒരു സ്റ്റോക്സിന്റെ ഒക്കെ ഡിവിഡൻഡ് പെയ്ഡും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ BSE സെൻസെക്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വെയ്റ്റഡ് ഇൻഡെക്സ് ആണ്. ഇപ്പോൾ BSE ലിസ്റ്റ് ചെയ്തേക്കുന്ന 30 സ്ട്രോങ് അതുപോലെ ഫൈനാൻഷ്യൽ സ്റ്റേബിൾ കമ്പനീസിനെയാണ് ഈ ഒരു ഇൻഡെക്സ് ഇവിടെ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, 2 ഇൻഡെക്സും ഏകദേശം 12% CAGR ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, പല ആളുകളും എന്താണ് അവരുടെ ഫൈനാൻഷ്യൽ ഗോളിനൊക്കെ ആയിട്ടുള്ള ഫ്യൂച്ചർ കോർപ്പസ് SIP കാൽക്കുലേറ്റർ വെച്ച് കണക്കാക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈവൻ നിങ്ങൾ ഇവിടെ എന്താണ് ഒന്ന് എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺസ് ഇവിടെ മാറ്റുണ്ടെങ്കിൽ ഈ ഒരു കാൽക്കുലേറ്റർ പൊതുവെ 12% ഡീഫാൾട്ട് റേറ്റ് ഓഫ് റിട്ടേൺസ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആംഫി ഓൾറെഡി അവർ സർക്കുലറിൽ ക്ലിയർ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെയാണ് അവർ CAGR ഇല്ലുസ്ട്രേഷൻ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള കാര്യം. സോ നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഗ്രോ മലയാളം ഫോളോ ചെയ്യാം.